ഹലോ എവരിവൺ, മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അസ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, എക്സാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണാണ്ട് പോകരുത്. നമ്മൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മാത്രമാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നിങ്ങളുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും തന്നെ നോട്ടിഫിക്കേഷനൊപ്പം തന്നെയുള്ള നിങ്ങളുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ബോർഡിലുള്ള ഗൈഡ് ലൈൻ വ്യക്തമായിട്ട് വായിക്കും. ഗൈഡ് ലൈൻ എല്ലാവരും വായിക്കാനായിട്ട് മറന്നു പോകരുത്. ഗൈഡ് ലൈൻ നിങ്ങളെല്ലാവരും KMAT എക്സാമിന് ഗൈഡ് ലൈൻ നിങ്ങളെല്ലാവരെയും ലഭ്യമായിട്ടുണ്ടാകും. പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻ നിങ്ങൾ മിസ്സാക്കാതിരിക്കുക, വായിക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധാപൂർവ്വം വായിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ്. എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങൾ നേരത്തെ എത്തുക. എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. അത് മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം പരിചയപ്പെടുത്താനായിട്ടാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ഈ ഒരു എക്സാമിൻ്റെ രീതി ഒന്ന് പരിചയപ്പെടാനായിട്ടാണ് മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ മാർക്കിങ്ങും, അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു ഡൗട്ടുണ്ട് പിന്നീട് വന്ന് ആൻസർ ചെയ്യാനായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കൊടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ഓരോ കളർ പാറ്റേണൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആൻസർ ചെയ്യാത്ത മൊത്തം ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഓരോ കളർ പാറ്റേണോ അങ്ങനത്തെ രീതിയൊക്കെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എത്തി നിങ്ങളുടെ അസസ് കാർഡൊക്കെ വാങ്ങി നിങ്ങളുടെ സീറ്റ് നേരത്തെ എടുത്ത് ഈ വളരെ റിലാക്സ് ചെയ്ത് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 20 മിനിറ്റ്സ് 15 മിനിറ്റ് മോക്ക് ടെസ്റ്റ് ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒറിജിനൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസിന് പരിചയപ്പെടുന്നതിനും ഈ പറഞ്ഞ സ്കോറിങ്ങും ആൻസറിങ് രീതികളൊക്കെ പരിചയപ്പെടുത്താനും ഈ മോക്ക് ടെസ്റ്റ് വളരെയധികം സഹായിക്കും. സോ നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഇന്ന് രാത്രി 12 മണി ഏതായാലും 6 മണിക്കൂർ ഉറങ്ങുക നിങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മാത്രമേ, നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ നമ്മുടെ ഒരു 1-2 വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം 11 മണി വരെയൊക്കെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇൻകേസ് നമ്മുടെ വീഡിയോ ഇന്ന് കാണാൻ മിസ്സായപ്പോൾ നാളത്തെ യാത്രക്കിടയ്ക്ക് കണ്ടു തീർക്കാനൊക്കെ ശ്രമിക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്. എനിവേ, നാളെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യാറില്ല. വെന്യൂ നേരത്തെ എത്തുക, വെന്യൂക്ക് നേരത്തെ ലൊക്കേറ്റ് ചെയ്യുക. കൊണ്ടുപോകേണ്ട മെറ്റീരിയൽസ് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും തന്നെ. ഇനി വെന്യൂവിലെത്തിയിട്ട് പ്രിൻ്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. ഇന്ന് തന്നെ പ്രിൻ്റ് എടുക്കുക. ഇന്ന് തന്നെ നേരത്തെ പ്രിൻ്റ് എടുത്ത് നോക്കുക. നാളെ ഞായറാഴ്ചയാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നാളെ പ്രിൻ്റ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചില ഫെസിലിറ്റി എല്ലായിടത്തും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പം പ്രിൻ്റ് എടുത്തില്ലെങ്കിൽ ഇത് പ്രിൻ്റ് മെറ്റീരിയൽ അഡ്മിറ്റ് കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ പ്രിൻ്റ് എടുത്തതൊക്കെ റെഡിയാക്കി വെക്കുക. അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ ഫോട്ടോ ID കാർഡ്, റൈറ്റിംഗ് മെറ്റീരിയലായിട്ട് പേന പെൻസിൽ കൊണ്ടുപോകാമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് വെന്യൂയൊക്കെ നേരത്തെ ലൊക്കേറ്റ് ചെയ്യാം. പറഞ്ഞു നമ്മുടെ ജില്ലയ്ക്ക് പുറത്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് യാത്രാ ദൂരമൊക്കെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ എക്സാം ഹാളിൽ എത്താനായിട്ടും എക്സാമിൻ്റെ തന്നിരിക്കുന്ന ടൈമിനേക്കാളും ചുരുങ്ങിയത് 2-3 മണിക്കൂറെങ്കിലും നേരത്തെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക, നേരത്തെ എൻട്രി ചെയ്യുക. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ചധികം പ്രോസസ്സുകളുണ്ട്. അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അഗെയിൻ ഈ ഡെമോ ടെസ്റ്റിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് മറ്റേ എക്സാം കളർ ചെയ്യുന്ന പാറ്റേൺ മറ്റു രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് ഇന്നും നാളെയുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇന്ന് തന്നെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുക. അതൊന്നും മിസ്സാക്കാണ്ടിരിക്കുക. ഏർലി ടു വെന്യൂ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് മൊബൈലിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ സാധാരണ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അങ്ങോട്ട് എത്തുക, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ലേറ്റായി പോകരുത്. ഒരു കാരണവശാലും അവർ പറഞ്ഞ സമയത്ത് എത്തിയില്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് എൻട്രി തരത്തില്ല. പലപ്പോഴും പല എക്സാമിനും വിദ്യാർത്ഥികൾ ലേറ്റായി പോകേണ്ട, എക്സാം മിസ്സായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. സോ പ്ലാൻ ഇറ്റ് വെരി പ്രോപ്പർലി. സോ ഡോണ്ട് മിസ് ഇറ്റ്. നൗ എക്സാമിൻ്റെ സ്ട്രാറ്റജി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എക്സാമിൻ്റെ സ്ട്രാറ്റജിയാണ് വളരെ പെട്ടെന്ന് ഞാൻ പറയുകയാണ്. ഒന്ന്, നിങ്ങൾ ടൈം പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് 3 മണിക്കൂർ സമയമുണ്ട്. നിങ്ങൾ തന്നെ ഒരു പ്ലാനോടെ പോവുക. ഓരോ സെക്ഷൻ 4 സെക്ഷനാണ്. ഓരോ 4 സെക്ഷന് വേണ്ടി ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളൊരു പ്ലാനോടെ പോവുക. അതിൽ കൂടുതൽ സമയം എടുക്കാതിരിക്കുക. ഒരു പരിധി വരെ ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മാറിയാൽ കുഴപ്പമില്ല. അതിൽ തന്നെ ഒരു സജഷൻ എനിക്കുള്ള GK പാർട്ടിന് വേണ്ടി നിങ്ങൾ മാക്സിമം 15 മിനിറ്റ്, അതായത് 40 ക്വസ്റ്റ്യൻ GK ഉള്ളൂ. അതിന് GK അറിയാമെങ്കിൽ ആൻസർ ചെയ്യുക, അറിയില്ലെങ്കിൽ വിടുക. അതിൽ കൂടുതലും GKക്കകത്തില്ല. ഒരുപാട് ആലോചിച്ച് നിൽക്കാനൊന്നുമില്ല. ഒരുപാട് ബ്ലൈൻഡ് ഗസ്സുകളൊന്നും ചെയ്യാണ്ടിരിക്കുക. വൈൽഡ് ഗസ് എന്ന് പറയാം, ഒന്നും അറിയത്തില്ല ചുമ്മാ കറക്കി കുത്തിയേക്കാന്ന് പറയാം, അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ GKക്ക് വേണ്ടി 15 മിനിറ്റ്, ഇപ്പോൾ GK 12 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം ആ സമയം ബാക്കി സെക്ഷന് വേണ്ടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ആ ഒരു കാര്യം പ്രധാനമായിട്ട് ഓർക്കുക. ഇനി മറ്റൊരു കാര്യം,
നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് ചുമ്മാ ഗസ് ചെയ്ത് പോകരുത്. നെഗറ്റീവ് മാർക്ക് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് സാഹചര്യം. ബ്ലൈൻഡ് ആയിട്ടുള്ള ഗസ്സുകൾ ഒഴിവാക്കുക. ബ്ലൈൻഡ് ഗസ് പറഞ്ഞാൽ ഒരു ധാരണയും ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഗസ് ചെയ്യാണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ്, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എയോ ബിയോ ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ സി ഏതെങ്കിലും രണ്ട് ഓപ്ഷൻ ആണെന്നൊക്കെ, അങ്ങനെ 50-50 ചാൻസ് ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ചെറിയ റിസ്ക് ഒക്കെ എടുക്കാം. കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. ചുമ്മാ ബ്ലൈൻഡ് ഗസ് ചെയ്ത് നമ്മൾ നെഗറ്റീവ് മാർക്ക് ഒരുപാട് വരുത്തി വെക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് കൊണ്ടൊക്കെ സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും നെഗറ്റീവ് മാർക്ക് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതല്ല. റിസ്ക് എടുക്കാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ചില നെഗറ്റീവ് മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 100% ഉറപ്പൊന്നും വിചാരിച്ചില്ല ക്വസ്റ്റ്യൻ പോലും ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ട് ചില നെഗറ്റീവ് മാർക്ക്, ചിലപ്പോൾ 10% നെഗറ്റീവ് മാർക്കൊക്കെ, അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് മാർക്ക് സാധാരണ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഗസ് വർക്കിന് നിൽക്കാതിരിക്കുക. മാനേജ് യുവർ ടൈം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺസ് അഗൈൻ സെയിങ്, മൊത്തമുള്ള 180 മിനിറ്റ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഏരിയ, നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതാണ്? ഇംഗ്ലീഷിനാണ് ഇംഗ്ലീഷിന് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു ഞാൻ, അല്ലെങ്കിൽ ജി കെടുക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു മാത്സിന് വേണ്ടി ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ടാർഗറ്റ് ചെയ്യുന്നത്? 100 ക്വസ്റ്റ്യൻ ആണോ ടാർഗറ്റ് ചെയ്യുന്നത്? 120 ക്വസ്റ്റ്യൻ ആണോ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ ആ രീതിയിൽ വ്യക്തമായിട്ടൊന്ന് പ്ലാനോടെ തന്നെ മുന്നോട്ട് പോവുക. അതാണ് ഒരിക്കൽ കൂടി ഞാൻ റിമൈൻഡ് ചെയ്യുന്നു. ഞാൻ ഫൈനലി എസ്പെഷ്യലി മാത്സിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യമൊക്കെ നമുക്ക് ഇപ്പോൾ ആൻസർ കിട്ടും എന്നൊക്കെ തോന്നും നമുക്ക്. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, അങ്ങനെ ഒരുപാട് ടൈം ഒരു ക്വസ്റ്റിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. മുമ്പൊരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ക്വസ്റ്റിന് വേണ്ടിയൊക്കെ മാത്സിലെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് മാക്സിമം, 1.5 മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർന്നു. 2 മിനിറ്റായിട്ട് ആൻസർ കിട്ടില്ല, 3 മിനിറ്റ് ആൻസർ കിട്ടില്ല, പിന്നെ വീണ്ടും ക്വസ്റ്റിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യരുത്. അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുക. ചിലപ്പം തൊട്ടടുത്ത ക്വസ്റ്റിൻ അല്ലെങ്കിൽ തൊട്ടടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിൻ വളരെ ഈസി ക്വസ്റ്റിൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിൻ ആയിരിക്കും. അതുകൊണ്ട് ഒരു ക്വസ്റ്റിന് വേണ്ടി അനാവശ്യമായി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് പോകരുത്, ആ ലൂപ്പിനുള്ളിൽ പെട്ട് പോകരുത്. സോ റിമെമ്പർ ദാറ്റ്. സോ മാനേജിങ് ടൈം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയുമാണ് എക്സാം റൈറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട്, എക്സാം അപ്പിയറിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസുകളൊക്കെ ഒന്നുകൂടെയൊക്കെ റീക്യാപ്പ് ചെയ്ത് സമ്മറി വീഡിയോസൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങളുടെ ബുക്കുകളിലേക്ക് മറ്റെവിടെയിലേക്ക് നോക്കി വെച്ച് നാളത്തെ ഒരു ഇയർലി പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ സ്ട്രാറ്റജൈസ് ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക. വൺസ് അഗെയിൻ വിഷ് യു ദി വെരി ബെസ്റ്റ്. നമ്മൾ ഏതാനും വീഡിയോസും കൂടെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇനി ആർക്കെങ്കിലൊക്കെ നമ്മുടെ എക്സ്ക്ലൂസീവ് വീഡിയോ അസസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഈ KMAT എക്സാമിന് ശേഷവും നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ, GD ഇന്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ കണ്ടന്റുകളൊക്കെ നമ്മൾ ചാനൽ ചെയ്യുന്നുണ്ടാവും. അത്തരം എക്സ്ക്ലൂസീവ് കണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാം. സോ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ.